ആദ്യം തന്നെ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നന്മയുടെയും ഒരു വിഷു ആശംസിക്കുന്നു. തമിഴ് പുത്താണ്ട് வாழ்த்துக்கள் കൂടെ. എല്ലാവരും സന്തോഷമാ ഹാപ്പിയാ ഇരുങ്ക. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വിഷു ദിവസമാണ്. ഒരു ലാസ്റ്റ് മിനിറ്റിലാണ് കേട്ടോ നമ്മൾ വിഷു ആഘോഷിക്കാം, വീട്ടിൽ ആഘോഷിക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് വരുന്നത്. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് വേറൊരു പരിപാടിയായിട്ട് വീട്ടിൽ കാണില്ലായിരുന്നു. അപ്പോൾ വിഷു സംബന്ധിച്ചിട്ട് ഒരു ഗ്രോസറിക്ക് പോവുകയോ അല്ലെങ്കിൽ വേണ്ട പച്ചക്കറി കായ്കറികളോ ഒന്നും വാങ്ങിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തലേന്ന് രാത്രിയാണ് ഈ സാധനങ്ങളൊക്കെ ഒരുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. സൺഡേ ആണെങ്കിൽ എനിക്ക് വൈകുന്നേരം ജോലി ഉണ്ടായിരുന്നു, 3 മണി മുതൽ 11 മണി വരെ. അപ്പൊ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഗ്രോസറി സ്റ്റോറിലൊക്കെ കയറിയിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ രാത്രി 11 മണിക്ക് വന്നതിന് ശേഷമാണ് പിന്നെ എല്ലാം ഇരുന്ന് ഒരുക്കുകയൊക്കെ ചെയ്തത്. ഞാനാണ് ആദ്യം രാവിലെ എഴുന്നേറ്റ് കണി ഒരുക്കിയത് ഞാൻ തന്നെയായിരുന്നു. ആ, രാവിലെ എഴുന്നേറ്റ് പൂജ ചെയ്തത് ഞാനാണ്. അധികം നേരത്തെ ഒന്നും നമ്മൾ എണീറ്റില്ല. ഒരു 6:30-ക്ക് ശേഷം ഒരു 7 മണിയോട് അടുപ്പിച്ചാണ് എണീറ്റത്. നമ്മൾ തമ്മിൽ ആകെ ഈ ഒരു കാര്യത്തില് സംസാരം ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടില് അമ്മ കണിയൊരുക്കി രാവിലെ അച്ഛൻ പൂജ ചെയ്ത് നമ്മളെ വിളിക്കുകയാണ് ചെയ്യുക. തക്കുവിന്റെ വീട്ടിൽ അങ്ങനെയല്ല, അമ്മ തന്നെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് തമ്മില് നീ ചെയ്യണോ ഞാൻ ചെയ്യണോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ വർഷം രാവിലെ തന്നെയായിരുന്നു കൈനീട്ടം തന്നത്. ഭയങ്കര ഭാഗ്യവാനാണ് എന്നാണ് വീട്ടുകാരൊക്കെ പറയാറ്. രാഹുലിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൈനീട്ടം കിട്ടി ഭയങ്കര ഭാഗ്യമാണെന്ന് പറയുന്നത് കേൾക്കാം. രാഹുലിന്റെ അമ്മ അങ്ങനെ പറയുന്നത് കേൾക്കാം. അപ്പൊ രാഹുലിന്റെ അമ്മ അടക്കം രാഹുലിന്റെ കയ്യിൽ നിന്നാണ് കൈനീട്ടം വാങ്ങിക്കാറ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉം. ചില സമയത്ത് ഞാൻ ആലോചിക്കും രാഹുലിന്റെ തലയിൽ കൂടെ എഴുതി ചില വരകള് എവിടെങ്കിലും എന്റെ വരച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഭാഗ്യമായാലെന്ന്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കൈനീട്ടം കൊടുത്തത് കേട്ടോ. അവിടെ വേറെ ഇപ്പൊ ആരും ഇല്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. കഴിഞ്ഞ വർഷം അതുപോലെ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഒരുമിച്ചല്ലായിരുന്നു, നമ്മൾ ഈ ഒക്ടോബറിലാണ് ഒരുമിച്ച് മൂവ് ചെയ്തത്. ഇത് ഞാനിവിടെ എടുത്ത് കാണിക്കണേ. കഴിഞ്ഞ വർഷം തക്ക എനിക്ക് തന്ന കൈനീട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ തന്ന കൈനീട്ടം ഞാൻ ഈ പേഴ്സിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതെന്റെ ഡാഡിയുടെ ഒരു വാലറ്റ് ആണ്. ഇതെന്റെ കൂടെ എപ്പോഴും അത് നമ്മളുടെ വീട്ടിൽ മാത്രമാണ് സൈഡിൽ ഒരു നോൺ വെജ് പറഞ്ഞത്. അപ്പൊ നിനക്ക് ഇറങ്ങും. അപ്പൊ ഇന്ന് സദ്യ. അതിന് നീ സദ്യ വെച്ചോ, ഞാൻ സൈഡിൽ നോൺ വെജ് വെച്ചോളാം. തിരുവോണത്തിനൊക്കെ നമ്മൾ ഇതുവരെ വരാത്തത് കല്യാണത്തിന് മാത്രമാണ്, കല്യാണ സദ്യയിൽ മാത്രം. പക്ഷെ ചില കാറ്ററിംഗുകാർ ഇപ്പൊ അതും ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോ കേട്ട കോൺവെർസേഷൻ എന്റെ അമ്മയും തക്കും കൂടെ സംസാരിക്കുന്നതായിരുന്നു. ഇപ്പൊ വിഷുവിന് ഞാൻ സദ്യ ഒരുക്കാം ചെറുതായിട്ട് എന്ന് പറഞ്ഞപ്പോ രാഹുൽ ഉടൻ തന്നെ എനിക്ക് എന്തെങ്കിലും നോൺ വെജ് സൈഡിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇതൊരു അത്ഭുതമാണ്. നമ്മള് ഓണത്തിനായാലും വിഷുവിനായാലും നോൺ വെജ് ഒന്നും വെക്കാറില്ല. ബട്ട് ഇവിടെ രാഹുലിന് നോൺ വെജ് ഇല്ലാതെ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ വിഷുവായിട്ട് എല്ലാരും വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ എന്റെ അമ്മയുടെ അടുത്ത് രാഹുല് കാര്യമായിട്ട് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഞാൻ ഓടിപ്പോയി ഒന്ന് കുളിച്ചു. രാവിലെ കണി കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് പിന്നെ ഒരു ചായയൊക്കെ വെച്ച് കുടിച്ചതിന് ശേഷമായിരുന്നു കുളിക്കാൻ പോയെ. അത് കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് ഏകദേശം 9:30 കഴിഞ്ഞു കേട്ടോ. പിന്നെ സാരി ഉടുക്കാൻ എനിക്ക് അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ വലിയ സാരി ഉടുത്ത് വലിയ പരിചയമൊന്നും ഇല്ല. അത് വലിയൊരു പൊങ്ങച്ചമായിട്ട് എനിക്ക് പറയാനൊന്നും തോന്നുന്നില്ല. കാരണം സാരി ഉടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത് മോശപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പഠിക്കണം. എന്റെ സാരി സാരി ഞാൻ ആദ്യമായിട്ട് ഉടുക്കുന്ന എന്റെ 24-ാമത്തെ വയസ്സിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉടുക്കണം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഉടുത്ത് കണ്ടതിന് ശേഷം എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. സാരി ഉടുക്കാൻ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ രാഹുലിന്റെ വീട്ടിൽ നിന്നും വീട്ടുകാരും ഒക്കെ കൂടെ ചേർന്ന് കഴിഞ്ഞ തവണ രാഹുൽ വരുന്ന സമയത്ത് ഒരു 5-6 സാരി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇനി എപ്പോ ഉടുക്കുന്ന അറിയില്ല. വെതറൊക്കെ ഒന്ന് നന്നായിട്ട് വേണം. സമ്മറിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോലിക്ക് വേണമെങ്കിൽ ഞാൻ സാരി ഉടുത്തിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ടൊക്കെ മര്യാദയ്ക്ക് സാരിയൊക്കെ ഉടുക്കാൻ പഠിക്കണം. കുഴപ്പമില്ലാതെയൊക്കെ അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ സാരി ഉടുത്തിട്ടുണ്ട്. ഒരേ ഒരു പിന്ന് മാത്രമേ ഷോൾഡറിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കിയൊന്നും കുഴപ്പമില്ലാതെ ഇങ്ങനെ ഉടുത്ത് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചിരിക്കുകയാണ്. കയ്യിൽ എൻ്റെ കയ്യിൽ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് ഞാനൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് കണിക്ക് ഞാൻ വെച്ചത് കേട്ടോ. കണിന്നൊക്കെ എടുത്തിട്ടാണ് ഇപ്പൊ എല്ലാം ഒരുങ്ങി നിൽക്കുന്നത്.
പിന്നെ എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറുമ്പോഴത്തേക്ക് ഒരു 10 മണി കഴിഞ്ഞു. 10:15 അടുപ്പിച്ചാണ് അടുക്കളയിലേക്ക് കയറിയത്. ആദ്യം തന്നെ ചോറ് വെച്ചു. പിന്നെ അതിനോടൊപ്പം തന്നെ പായസം വെക്കാമെന്ന് വിചാരിച്ചു. പാലട പ്രഥമന് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ശർക്കര എടുത്തിട്ട് കാരമലൈസ് ചെയ്തു. കാരമലൈസ് ചെയ്തിട്ട് പാലൊഴിച്ച് എന്ത് പറയട്ടെ, കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പാല് പിരിത്തു തുടങ്ങി. പിന്നെ ആകെ എനിക്ക് എന്തോ മനസ്സിനൊരു സദ്യ വെക്കണോ, ഇതൊക്കെ നമുക്ക് പുറത്തു പോയി കഴിച്ചാൽ മതിയോ എന്നൊക്കെ ഞാൻ ചോദിച്ചു തുടങ്ങി. കാരണം ഇവിടെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ചായ വെക്കുമ്പോഴാണെങ്കിലും പാലില് ശർക്കര ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പാല് പിരിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ചായ വെക്കുമ്പോഴാണെങ്കിലും ചായ വെച്ചതിന് ശേഷം അവസാനമായിരിക്കും ഞങ്ങൾ ശർക്കര ഇടുക. ഞാൻ വീട്ടിൽ പഞ്ചസാര ഉപയോഗിക്കാറില്ല, ശർക്കര മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്തവണ അങ്ങനെ കാരമലൈസ് ചെയ്യേണ്ട വന്നപ്പോൾ അത് പാല് പിരുത്തുപോയി. പിന്നെ അതങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കാരമലൈസ് ചെയ്യാതെ തന്നെ ബാക്കി പരിപാടികളൊക്കെ പായസം ആദ്യം വെച്ചുണ്ടാക്കി. പിന്നെ അടുത്ത പരിപാടി നോക്കിയത് സാമ്പാറായിരുന്നു. സാമ്പാർ വെച്ചു. പരിപ്പും ഒക്കെ വേവിച്ച് അതേ ഇതിൽ തന്നെ എല്ലാ വെജിറ്റബിൾസും വേവിച്ചെടുത്തു. പിന്നെ ക്യാബേജ് ആ സമയമാകുമ്പോഴത്തേക്കും ക്യാബേജൊക്കെ എനിക്ക് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. ക്യാബേജ് തോരനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഇങ്ങനെ വെട്ടിപ്പൊളിക്കുന്നത് നമുക്ക് തേങ്ങ ഇങ്ങനെ ചിരണ്ടിയതായിട്ട് വരും. അത് ഫ്രീസറിൽ വെക്കും. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പൊട്ടിച്ചെടുക്കേണ്ടതായിട്ട് വരും. അപ്പം അത് ക്യാബേജ് തോരൻ സൈഡിൽ നിന്നായി. അപ്പം ഞാൻ ഈ പായസത്തിൻ്റെ മധുരമൊക്കെ കറക്റ്റാണെന്ന് നോക്കുകയാണ്. എന്തോ ഇത്തവണ വെച്ച പായസം ഗംഭീരമായിരുന്നു. ഒരുപാട് ഹെവിയും അല്ല, ഒരുപാട് ലൈറ്റും അല്ല, പാകത്തിന് മധുരമൊക്കെയാണ്. പിന്നെ സാമ്പാറിൽ കടുക് വറുത്ത് കോരി. പിന്നെ സൈഡിലൂടെ അവിയൽ വെച്ചു. ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു. സദ്യ വെക്കണം, എന്ത് വെക്കണം എന്ന് അനുസരിച്ച് പോലും അല്ല ഗ്രോസറിക്കൊക്കെ പോയതും. അതുകൊണ്ട് ഇങ്ങനെ കണിയിൽ വെച്ച സാധനങ്ങൾ ഇങ്ങനെ നോക്കും. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് ഓരോന്ന് ആലോചിച്ചിട്ട് അപ്പം ഞാൻ രാഹുലിൻ്റെ അടുത്ത് ഓരോന്ന് അരിയാൻ കൊടുക്കും. എത്ര വേണം, എങ്ങനെ മുറിച്ച് തരണം എന്ന് പറയും. ഇപ്പോൾ സൈഡിൽ നിന്ന് സിനിമയൊക്കെ കണ്ടുകൊണ്ട് രാഹുൽ എന്നെ അത് ഹെൽപ്പ് ചെയ്തു. വലിയ ഉപകാരമായിരുന്നു അത്. അപ്പോൾ സൈഡിൽ നിന്ന് ഞാൻ എൻ്റെ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും ചോറായി, പായസമായി, സാമ്പാറായി, ക്യാബേജ് തോരനായി, അവിയൽ വെക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അവിയൽ വെക്കാം. ഞങ്ങൾ പാലക്കാടില് വേറെ രീതിയിൽ അവിയൽ വെക്കുന്നത്, രാഹുലിന്റെ ഇവിടെ വേറെ രീതിയിൽ അവിയൽ വെക്കുന്നത്. പിന്നെ കൺഫ്യൂഷനൊക്കെ മാറ്റി അവിയൽ എൻ്റെ രീതിയിൽ തന്നെ വെച്ചു. അപ്പോഴത്തേക്കും ചോറ്, സാമ്പാർ, പായസം റെഡിയായി. പിന്നെ ക്യാബേജ് തോരൻ, പൈനാപ്പിൾ കിച്ചടി, ബീട്രൂട്ട് പച്ചടി ഒക്കെ ആയി. അവസാനമായിരുന്നു മത്തൻ എരിശ്ശേരി വെച്ച്. ഇവിടെ കിട്ടുന്ന മത്തൻ ഭയങ്കര ചെറുതായതുകൊണ്ട് മുറിച്ചെടുക്കാനും ഭയങ്കര പാടായിരുന്നു. എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ എരിശ്ശേരി ആക്ച്വലി സദ്യയിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മധുരമുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര. എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് അടുക്കള രാഹുലിൽ വിട്ടുകൊടുത്തു. കപ്പയും ബീഫും ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഫുഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാന്ന് വിചാരിച്ചാലും കുറച്ച് കറിയും കുറച്ച് സാമ്പാറും കുറച്ച് ചോറും വാങ്ങിച്ച് കഴിച്ചാൽ ലാസ്റ്റ് പായസം ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യും. പായസം രണ്ടുമായി കഴിക്കുമ്പോഴത്തേക്കും വയർ ഉള്ളോ. എല്ലാ സദ്യക്കും ഇങ്ങനെ തന്നെ. പിന്നെ ഒരു അഭിപ്രായം, നമ്മൾ സദ്യയിലെ പായസത്തിൽ ആദ്യം തുടങ്ങുന്നതാണ്. ഓക്കെ, ഞങ്ങളുടെ വിഷുസദ്യ റെഡിയാണ്. ചോറുണ്ട്, സാമ്പാർ, ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ കിച്ചടി, അവിയൽ, മത്തൻ എരിശ്ശേരി, ക്യാബേജ് തോരൻ, പപ്പടം. കപ്പ ബീഫ്. അങ്ങനെ ഞങ്ങൾ വിഷുസദ്യ കഴിച്ചു തുടങ്ങി. എനിക്ക് ഒരുപാട് ഐറ്റം കൂടെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പുളിയിഞ്ചി ഉണ്ടാക്കണം, രസം ഉണ്ടാക്കണം, ഒരു പരിപ്പ് പായസം കൂടെ വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ പറഞ്ഞു ഇനിയൊന്നും വെക്കണ്ട, ഇത് കഴിച്ചു തീർക്കാൻ തന്നെ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടും, നാളത്തേക്ക് ഇതൊക്കെ ബാക്കിയാവും എന്നുകൊണ്ട് പിന്നെ കൂടുതലൊന്നും വെച്ചില്ല. പക്ഷേ എന്ത് പറയട്ടെ, വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് എന്നെ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇത്തവണ അത് പറ്റി, എല്ലാം പാകത്തിനായിരുന്നു. ടേസ്റ്റും ഉണ്ടായിരുന്നു. എനിക്ക് പച്ചടിയും മത്തൻ എരിശ്ശേരിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പായസവും ഒട്ടും ഹെവി അല്ലായിരുന്നു, ഭയങ്കര ലൈറ്റായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. നമ്മൾക്ക് രണ്ടുപേർക്കും പായസം ഇഷ്ടമായി. സാധാരണ പായസമൊക്കെ വെക്കുമ്പോഴത്തേക്കും 2 ദിവസത്തേക്കൊക്കെ കാണും, അല്ലെങ്കിൽ കുറച്ച് ബാക്കി കാണും. ഇത്തവണ നമ്മൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ്
ഒരിക്കൽ കൂടെ ഒരു 2 സ്പൂൺ കൂടെ കഴിച്ചപ്പോഴത്തേക്ക് അതും കംപ്ലീറ്റായി, അതും ഫിനിഷായി. പിന്നെ കുറച്ച് കറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ബാക്കി എടുത്തു വെച്ചു. പിന്നെ രാഹുലിനോടും റെഡിയാകാൻ പറഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം. ഞാനത് രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാറ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. എന്റെ ഐശ്വര്യമല്ല, ഞാൻ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സദ്യ ഉണ്ടാക്കണ്ടേ? രാവിലെ സദ്യ ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് സദ്യ ഉണ്ടാക്കണ്ടേ? സദ്യ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോൾ വയറ് നിറഞ്ഞു. ഞാൻ മാന്യമായിട്ടുള്ളൊരു കാര്യം ചോദിച്ചോളൂ. വയറ് നിറഞ്ഞിരിക്കുന്നു, ഒന്ന് വയറ് താന്നിട്ട് പോവാണ്. സാരമില്ലാമൂട്ടി എവിടെ പരിപാടി അവസ്ഥ. ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, മഴയൊന്നും മാറിയില്ല. പിന്നെ കാറെടുത്ത് വീടിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചപ്പോൾ വേറൊരു ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മഴ മാറി. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് മഴയൊക്കെ നിന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ഞങ്ങളുടെ എല്ലാ ക്യാമറ സെറ്റുകളും പുറത്തോട്ട് എടുത്ത് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ റെഡി ആയിക്കൊണ്ടിരുന്നു. പിന്നെ ആ പാർക്കും അവിടെ ഉള്ള എല്ലാ സൈറ്റും ഓടി നടന്ന് ഫോട്ടോവും വീഡിയോ ഒക്കെ എടുത്തു. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഒട്ടും തിരക്കില്ലായിരുന്നു. ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. എന്തോ എല്ലാം കറങ്ങി തിരിഞ്ഞ് ഭാഗ്യം പോലെ പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പട്ടിയെ നടത്തിക്കാൻ കൊണ്ടുവരുന്ന ഒരു സായിപ്പ് മാത്രം അവിടെ ഉണ്ടായിരുന്നു. അവർ നമ്മളെ കണ്ട് അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു, എന്താ ഇവർ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. എനിവേ ദിസ് വിഷു വാസ് എ ലോട്ട് ഓഫ് ഫൺ. സദ്യ വെച്ചതാണെങ്കിലും വിഷുക്കണി ഒരുക്കിയതാണെങ്കിലും എല്ലാം ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അപ്പോൾ വീട്ടിലാണെങ്കിലും ഓണവും വിഷുവൊക്കെ ആണെങ്കിലും എല്ലാം ഓൾ ഇൻ ഓൾ അമ്മ തന്നെയായിരുന്നു. സൈഡിൽ നിന്ന് നോക്കി കാണുക, സദ്യയൊക്കെ കഴിച്ച് കിടന്നുറങ്ങുക എന്നല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഇൻവോൾവ് ചെയ്തൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് ദിസ് എക്സ്പീരിയൻസ് വാസ് വെരി വെരി ഹാപ്പി. നമ്മൾക്ക് നമ്മളുടേതായ ഒരു സ്പേസിൽ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോഴുള്ളൊരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ എല്ലാം അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ വിഷുവിനെ കുറിച്ച് ഇടയിൽ ഞാനിങ്ങനെ ഓർത്തു. ഞാൻ രാഹുലിനോട് ചോദിച്ചായിരുന്നു കഴിഞ്ഞ വർഷത്തെ വിഷു ഓർക്കുന്നുണ്ടോ എന്ന്. ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും വലിയ ഓർമ്മ ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നുമില്ല, കഴിഞ്ഞ വർഷം വിഷു സമയത്ത് ഞാൻ എൻ്റെ ഫൈനൽ സെമസ്റ്റർ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പോഴാണ് രാഹുലിനൊരു ആക്സിഡൻറ്റ് പറ്റി ഒരു ഇഞ്ചറി ഉണ്ടായത്. അതിനുശേഷം വിത്തിൻ ആ മന്ത് രാഹുൽ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ തമ്മിൽ കാണുന്നത് ഒരു 6-7 മാസത്തിന് ശേഷമാണ്. സോ ഇറ്റ് വാസ് എ വെരി ടഫ് ആൻഡ് സ്ട്രഗ്ലിംഗ് ടൈം പീരീഡ്. അതിനിടയിൽ പിന്നെ എനിക്ക് ജോലിയായി, ഞാൻ ഇങ്ങോട്ട് വീടെടുത്ത് മാറി. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് മൂവിനൊക്കെ ചെയ്തത്. സോ ലൈഫിൽ ഒന്നേ ഉള്ളൂ, ചേഞ്ച് എപ്പോഴും ഉണ്ടാവും. നല്ലതെന്ന് ചീത്തയും നല്ലതും മാറിക്കൊണ്ടേയിരിക്കും. ഒന്നും കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ ഞാനൊരു കുടുംബിനിയായെന്ന് തോന്നുന്നു. എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് ഒരുക്കങ്ങളൊക്കെ തിരിച്ച് വെച്ചു. എല്ലാ സാധനങ്ങളും പെട്ടിയും ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് പെട്ടിയിലൊക്കെ ആക്കി അത് മടക്കി എടുത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് അങ്ങനെ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഒരു ഹാപ്പി വിഷു ആശംസിക്കുന്നു. ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ a big thank you. I'll see you guys in my next video. Thanks for watching.